അടുത്തതായി നമ്മൾക്ക് നോമിനേഷൻ എന്താണെന്ന് നോക്കാം. റെപ്രസെൻറ്റേഷൻ ഓഫ് ദി പീപ്പിൾ ആക്ട് 1951 പ്രകാരം 25 വയസ്സ് തികഞ്ഞ വോട്ടർ ലിസ്റ്റിൽ പേരുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി നോമിനേഷൻ കൊടുക്കാവുന്നതാണ്. ഒരാൾക്ക് ഒരേ സമയം 2 മണ്ഡലങ്ങളിൽ മത്സരിക്കാവുന്നതാണ്. നോമിനേഷൻ പ്രൊസീജിയർ അഥവാ നാമനിർദ്ദേശം നൽകുന്ന വിധം. ഇതിൽ പ്രധാനമായും 8 സ്റ്റെപ്പുകളാണുള്ളത്. ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഥവാ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നു. ഇതാണ് നോട്ടിഫിക്കേഷൻ. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നവർ റിട്ടേണിംഗ് ഓഫീസർക്ക് നോമിനേഷൻ ഫോം നൽകണം. ഇതാണ് നോമിനേഷൻ ഫോം സമർപ്പിക്കൽ. പ്രപ്പോസേഴ്സ് അഥവാ പ്രസ്താവകർ. നോമിനേഷൻ നൽകുമ്പോൾ പ്രപ്പോസേഴ്സ് വേണം. അതായത് നാമനിർദ്ദേശത്തിന് നിർദ്ദേശിക്കുന്ന വ്യക്തിയാണ് പ്രപ്പോസേഴ്സ്. സാധാരണയായി പാർട്ടി സ്ഥാനാർത്ഥിക്ക് 1 പ്രപ്പോസറും സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് 10 പ്രപ്പോസേഴ്സും വേണം. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. തെരഞ്ഞെടുപ്പിൽ സീരിയസ് കാൻഡിഡേറ്റ് ആണോ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് ഓഫീസിൽ അടയ്ക്കേണ്ട തുകയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അഥവാ ജാമ്യത്തുക. ഇലക്ഷന് ടോട്ടൽ വോട്ടിൻ്റെ 16.67% വോട്ട് ലഭിച്ചാൽ ഈ തുക തിരിച്ചു ലഭിക്കും. അഫിഡവിറ്റ് അഥവാ സത്യവാങ്മൂലം. നോമിനേഷൻ സമയത്ത് നോമിനി നൽകേണ്ട രേഖകളാണ് അഫിഡവിറ്റ്. ഇതിൽ സ്വത്ത് വിവരങ്ങൾ, ക്രിമിനൽ കേസുകൾ, വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയവ ഉൾപ്പെടുന്നു. അഫിഡവിറ്റിനു പുറമെ പാർട്ടി സ്ഥാനാർത്ഥിയാണെങ്കിൽ പാർട്ടി സിംബൽ ഫോമും നൽകേണ്ടതാണ്. നോമിനേഷനിൽ നൽകുന്ന വിവരങ്ങൾ സത്യസന്ധമായിരിക്കണം. സ്ക്രൂട്ടിനി. റിട്ടേണിംഗ് ഓഫീസർ നാമനിർദ്ദേശ പത്രിക പരിശോധിക്കുന്നതാണ് സ്ക്രൂട്ടിനി. എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ റിട്ടേണിംഗ് ഓഫീസർക്ക് നോമിനേഷൻ റദ്ദ് ചെയ്യാനുള്ള അധികാരമുണ്ട്. വിത്ഡ്രോവൽ. നാമനിർദ്ദേശം നൽകിയ ശേഷം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിശ്ചയിച്ച നിശ്ചിത സമയത്തിന് മുൻപായി നോമിനിക്ക് മത്സരത്തിൽ നിന്ന് സ്വമേധയാ പിന്മാറാവുന്നതാണ്. വിത്ഡ്രോവൽ ചെയ്യണമെങ്കിൽ റിട്ടേണിംഗ് ഓഫീസർക്ക് എഴുത്തിൽ അപേക്ഷ നൽകണം. വിത്ഡ്രോവൽ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ലിസ്റ്റിൽ പേരുണ്ടായിരിക്കുന്നതല്ല. അതേ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാൻ കഴിയില്ല. ഫൈനൽ ലിസ്റ്റ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഫൈനൽ ലിസ്റ്റ് പുറത്തിറക്കുന്നു. ഇതിൽ സ്ഥാനാർത്ഥിയുടെ പേര്, പാർട്ടി ഓർ സ്വതന്ത്രൻ, തെരഞ്ഞെടുപ്പ് ചിഹ്നം എന്നിവ ഉണ്ടായിരിക്കും.